ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്തുകൊണ്ട് മാരുതി കാറുകൾ അപകടത്തിൽപ്പെടുന്നു? ലോകത്തിൽ ഏറ്റവും വലിയ നാലാമത്തെ കാർ വിപണിയാണ് ഇന്ത്യ. ഏകദേശം 30 ലക്ഷം കാറുകളാണ് ഇന്ത്യൻ വിപണിയിൽ ഒരു വർഷം പുറത്തിറങ്ങുന്നത്. ഇതിന്റെ 50% മാരുതി സുസുക്കിയുടെ വാഹനങ്ങളാണ്. 1983 പുറത്തിറങ്ങിയ മാരുതി 800 തുടങ്ങിയ ജൈത്രയാത്ര ഇന്നും തുടരുന്നു. ഓരോ മിനിറ്റിലും 3 മാരുതി കാറുകളാണ് നിരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളെക്കാൾ മാരുതി കാറുകളുടെ അപകട നിരക്ക് കൂടുതലാണെന്ന് പറയാം. ഹെയർടെക് പ്ലാറ്റ്ഫോം. മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാഷ്ബാക്ക് ബെലനയിലൂടെ അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഹെയർടെക്. ഹൈടെൻസിൽ സീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിന് ഭാരക്കുറവും കരുത്തും കൂടുതലുമുണ്ട്. വാഹന അപകടങ്ങളിൽ ഇടിയുടെ ആഘാതം യാത്രക്കാരിലേക്ക് പരമാവധി എത്തിക്കാതിരിക്കാൻ ഈ പ്ലാറ്റ്ഫോം ശ്രമിക്കുന്നു. ക്രിമ്പിൾ സോൺ. പുതിയ മാരുതി സുസുക്കി വാഹനങ്ങളെ പറ്റിയുള്ള പ്രധാന പരാതിയാണ് ചെറിയൊരു ഇടിയിലും തകർന്നു പോകുന്ന മുൻപിൻ ഭാഗം. പഴയ അംബാസിഡർ കാറുകളുമായാണ് നാം ഇപ്പോഴും മറ്റു വാഹനങ്ങളെ താരതമ്യം ചെയ്യുന്നത്. കൂട്ടിയിടി നടന്ന് അകത്തിരിക്കുന്ന ആളുകൾ മരിച്ചാലും കുഴപ്പമില്ല, വാഹനത്തിന് കാര്യമായ പരിക്കുകൾ പറ്റരുതെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പഴയ കാലത്തെ അപേക്ഷിച്ച് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന തത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളുമെല്ലാം ധാരാളം മാറിയിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരുടെ ഹെൽമെറ്റ് പോലെ അപകടമുണ്ടാകുമ്പോൾ ആഘാതം സ്വയം ഏറ്റെടുത്ത് തകരുക എന്നതാണ് വാഹനങ്ങളുടെ മുൻഭാഗങ്ങളുടെ ധർമ്മം. എന്നാൽ ഈ തകർച്ച യാത്രക്കാർക്ക് സുരക്ഷയാണ് നൽകുന്നതെന്ന് പ്രത്യേകം പറയട്ടെ. ഇടിയിൽ തകരുന്ന മുൻപിൻ ഭാഗങ്ങളെ ക്രിമ്പിൾ സോൺ എന്നാണ് പറയുന്നത്. അപകടമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആഘാതമെല്ലാം സ്വയം ഏറ്റെടുത്ത് തകരുക എന്നാണ് ഈ ക്രിമ്പിൾ സോണുകളുടെ ധർമ്മം. ചെറിയ വേഗത്തിലാണെങ്കിൽ അപകടങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആഘാതം ചിലപ്പോൾ വളരെ വലുതായിരിക്കും. അത് യാത്രക്കാരിലേക്ക് എത്തിക്കാതിരിക്കാനാണ് ബമ്പറുകൾ അല്ലെങ്കിൽ മുൻഭാഗം തകരുന്നത്. ബമ്പറുകളും ബോണറ്റും. വാഹനത്തിലെ യാത്രക്കാരുടെ സുരക്ഷ മാത്രമല്ല, കാൽനട യാത്രക്കാരുടെയും സുരക്ഷ പുതിയ വാഹനങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. പെഡസ്ട്രിയൻ സേഫ്റ്റി മുൻനിർത്തിയാണ് ഇപ്പോൾ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുന്നിലെ ബമ്പറുകൾ നിർമ്മാണ നിലവാരം കുറവാണ് എന്ന് തോന്നുന്നത്. അപകട സമയത്ത് ബോണറ്റിന് പുറത്തേക്ക് ഒരാൾ വീണാൽ കൂടുതൽ പരിക്കുകൾ ഏൽക്കാതെ ആൾക്ക് രക്ഷപ്പെടാൻ സാധിക്കണം എന്നാണ് പ്രധാന ലക്ഷ്യം. സീറ്റ് ബെൽറ്റ്. കാറുകളിൽ സുരക്ഷയുടെ പ്രാഥമിക പാഠം സീറ്റ് ബെൽറ്റാണ്. സീറ്റിലിരുന്ന ബെൽറ്റ് മുറുകിയാൽ തന്നെ 60% സുരക്ഷിതരായി. എയർ ബാഗും ABSും മറ്റ് ആധുനിക സംവിധാനങ്ങളുമൊക്കെ സുരക്ഷയുടെ കാര്യത്തിൽ സീറ്റ് ബെൽറ്റ് കഴിഞ്ഞേയുള്ളൂ. സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മരണകാരണമാകാവുന്ന ക്ഷതങ്ങൾ 50%, ഗുരുതരമായ പരിക്കുകളിൽ 45% ഒഴിവാക്കാമെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ പഠനം. പിൻസീറ്റ് യാത്രക്കാരുടെ ഗുരുതരമായ പരിക്കുകൾ 25% കുറയ്ക്കാം.